ഹായ്, നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷനാണ്. അതിൽ തന്നെ എയർ പൊല്യൂഷൻ്റെ കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് എയർ പൊല്യൂഷൻ, അതായത് എയറിലോട്ട് ഗ്യാസോ സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ആഡ് ചെയ്യുക. ഏത് റേറ്റിലാണ് ആഡ് ചെയ്യുന്നത്? നാച്ചുറലി അതിന് ആ എയറിൽ നിന്ന് ഡൈല്യൂട്ടോ റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ആ റേറ്റിനെയും കാട്ടി ഫാസ്റ്ററായിട്ട് റേറ്റിനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇങ്ങനെയുള്ള അഡീഷൻ കാരണം ഹെൽത്ത്, എക്കണോമിക് അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള ഡാമേജസ് കോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എയർ പൊല്യൂഷൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന മെയിൻ ടൈപ്പ് പൊല്യൂട്ടൻസ് എന്നും ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് എയർ പൊല്യൂഷൻ, അതിൻ്റെ മേജർ സോഴ്സസ് എവിടെയാണ്, അതിൻ്റെ എന്തൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ടുണ്ടാകുന്ന ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സ് ബോത്ത് ഹ്യൂമൻസിലും പ്ലാന്റ്സിലും അല്ലാതെയും ഉണ്ടാകുന്ന ഹാംഫുൾ എഫക്ട്സും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ സെഷനിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെ കൺട്രോൾ മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിനായിട്ട് 3 കാറ്റഗറീസായിട്ട് നമുക്ക് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോഴ്സ് എമിഷൻ കൺട്രോൾ, സെക്കൻഡ് വൺ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്, ആൻഡ് തേർഡ് മെത്തേഡ് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പോൾ നമ്മളൊരു ജനറൽ ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ 3 രീതിയിൽ നമുക്ക് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ സോഴ്സ് എമിഷൻ കൺട്രോൾ, സെക്കൻഡ് വൺ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക, തേർഡ് വൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ സോഴ്സ് എമിഷൻ കൺട്രോളിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എയർ പൊല്യൂഷൻ്റെ സോഴ്സുകൾ നമ്മൾ പറഞ്ഞു. ഇൻഡസ്ട്രീസിൽ നിന്ന് എയർ പൊല്യൂഷൻ കോസ് ചെയ്യും, ഓട്ടോമൊബൈൽസ് വെഹിക്കിൾസിൽ നിന്ന് എയർ പൊല്യൂഷൻ കോസ് ചെയ്യും, ഹൗസ് ഹോൾഡ്സിൽ നിന്ന് അവിടെ ഫ്യുവൽ ബേണിങ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ പൊല്യൂഷൻസ് കോസ് ചെയ്യാം. പിന്നെ അഗ്രികൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ എയർ പൊല്യൂഷൻ കോസ് ചെയ്യാം. അപ്പോൾ സോഴ്സ് എമിഷൻ കൺട്രോളിൽ നമ്മൾ ഈ എയർ പൊല്യൂഷൻ സോഴ്സിൽ മോഡിഫിക്കേഷൻസ് വരുത്തുവാണ്. ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സോഴ്സ് എമിഷൻ കൺട്രോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി പോലെയുള്ള എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സോഴ്സസുകളിലാണ്. ആൻഡ് ഇൻഡസ്ട്രിയിലെ ഓരോ പ്രോസസ്സുകളുടെ ഫലമായിട്ട് എയർ പൊല്യൂഷൻ കോസ് ചെയ്യാം. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഒന്ന് ആ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ലെസ്സർ എമൗണ്ട് ഓഫ് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ടൈപ്പ് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആ ഇൻഡസ്ട്രിയിലെ പ്രോസസ്സ് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ സോഴ്സ് എമിഷൻ കൺട്രോളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സിൽ മെയിനായിട്ട് ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്തിട്ടാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് റീപ്ലേസ് ചെയ്യുക. സച്ച് ദാറ്റ് ലെസ് പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ടൈപ്പ് റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ആ ഇൻഡസ്ട്രിയിലെ പ്രോസസ്സ് റൺ ചെയ്യിപ്പിക്കാം. സെക്കൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൽ മോഡിഫിക്കേഷൻ വരുത്താം. സോ ദാറ്റ് ലെസ്സർ എമൗണ്ട് ഓഫ് പൊല്യൂഷനെ ആ ഒരു മെഷീൻസിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പോൾ സോഴ്സ് എമിഷൻ കൺട്രോളിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഐദർ നമുക്ക് അവിടെ സോഴ്സസിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിൽ ചേഞ്ചസ് വരുത്താം. ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ ആ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. സെക്കൻഡ് വൺ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൽ മോഡിഫിക്കേഷൻ വരുത്താം.
അതായത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള മെഷീനറീസ് യൂസ് ചെയ്ത് നമുക്ക് ഇൻഡസ്ട്രീസ് റൺ ചെയ്യിക്കാം. ഇത് കൂടാണ്ട് സോഴ്സിൽ ഇങ്ങനത്തെ മോഡിഫിക്കേഷൻ വരുത്തുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്കൻഡ് മെത്തേഡും അഡോപ്റ്റ് ചെയ്യാം. അതായത് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ടു കൺട്രോൾ എയർ പൊല്യൂഷനാണ് യൂസിങ് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒന്നീ ഗ്യാസസിൻ്റെ അഡീഷൻ ആവാം, അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ അഡീഷൻ ആവാം. ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ ബോത്ത് സോളിഡ് ആയിട്ടുള്ള ഫൈൻ പാർട്ടിക്കിൾസും എയറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫൈൻ ലിക്വിഡ് പാർട്ടിക്കിൾസും എയറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫൈൻലി സസ്പെൻഡഡ് ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എയറോസോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സിൽ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗ്യാസസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ നമുക്കറിയാം വലിയ ചിമ്നി വഴിയാണ് ആ എയറൊക്കെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ്ലി ഈ എയർ റിലീസ് ചെയ്യാതെ ആ എയറിനെ ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്താൽ പൊല്യൂഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് അത് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ഇവർ മെയിനായിട്ട് എന്താണ്, എയറിലുള്ള ഗ്യാഷ്യസ് അല്ലെങ്കിൽ പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഡിവൈസ് യൂസ് ഫോർ റിമൂവിങ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സും ഉണ്ട്, ഡിവൈസ് യൂസ് ഫോർ റിമൂവിങ് ഗേഷ്യസ് മാറ്ററും പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ ഡിവൈസുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്ന ആ ഗ്യാസസിൽ ആ ഒരു എയറിൽ നിന്ന് ഹാംഫുള്ളായിട്ടുള്ള പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് റിമൂവ് ചെയ്യിപ്പിക്കും. അതിൽ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സാണ് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ്. അതായത് നമ്മളൊരു ചേമ്പറിലോട്ട് ഈ എയറിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് കാണും. പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എയറിൽ സസ്പെൻഡ് ആയിട്ടുള്ള ഫൈനായിട്ടുള്ള സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് മാറ്ററിനെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഗ്രാവിറ്റേഷണൽ സെറ്റിങ്ങിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രാവിറ്റീൻ്റെ ആക്ഷൻ കാരണം ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ ആ എയറിൽ നിന്ന് താഴോട്ട് സെറ്റിൽ ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവിടെ എന്തിൻ്റെ ആക്ഷനിലാണ്, ഗ്രാവിറ്റീൻ്റെ ഫലമായിട്ടാണ് ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്ലോ പ്രോസസ്സാണ്. നെക്സ്റ്റ് വണ്ണാണ് സൈക്ലോൺ സെപ്പറേറ്റർ. സൈക്ലോൺ സെപ്പറേറ്ററിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ കണ്ടെയ്നിങ് എയർ നമ്മൾ ഈ സൈക്ലോൺ സെപ്പറേറ്ററിൻ്റെ അകത്തോട്ട് നമ്മൾ പാസ് ചെയ്യിപ്പിച്ചു കൊടുക്കും. ആൻഡ് ഈ സൈക്ലോൺ സെപ്പറേറ്റർ ആ പേര് പറയുന്ന പോലെ തന്നെ അതിനകത്ത് ഈ എയർ ഈ സൈക്ലോണിനെ പോലെ ഭയങ്കര ഹൈ സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ സൈക്ലോൺ കണ്ടിട്ടുണ്ട്, അതേപോലെ ഹൈ സ്പീഡിൽ ഈ എയർ കണ്ടെയ്നിങ് പാർട്ടിക്കുലേറ്റ് മാറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈ എയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എല്ലാം ആ സൈക്ലോൺ സെപ്പറേറ്റേഴ്സിൻ്റെ മുകളിൽ ചെന്ന് തട്ടിയിട്ട് അത് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ എയറായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നാച്ചുറൽ ഫോഴ്സിനെ അല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എയറിനെ ഹൈ സ്പീഡിൽ ഈ ഒരു ചേമ്പറിൻ്റെ അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ചേമ്പറിൻ്റെ അകത്ത് കിടന്ന് ഈ എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഹൈ സ്പീഡിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എല്ലാം ഈ സെപ്പറേറ്ററിൻ്റെ വോളിൽ ചേർന്ന് ഇടിച്ചിട്ട് അത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങും. വേറെ ഒരെണ്ണം നമ്മുടെ ഫാബ്രിക് ഫിൽറ്റർ. നമുക്കറിയാം, നമ്മൾ അരിക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഫാബ്രിക് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എയറിലുള്ള പൊല്യൂട്ടൻസിനെ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റും. വേറെ ഒരെണ്ണം സോഫ്റ്റ് എക്സ്റേസ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റാണ് ESP അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജിൻ്റെ ബേസിലാണ് നമ്മൾ ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിനെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നത്. ESP അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെർട്ടിക്കുലേറ്റ് മാറ്ററിന് ഒരു ചാർജ് അക്വയർ ചെയ്യിപ്പിക്കും.
ആൻഡ് ഈ ESPൻ്റെ അകത്ത് അതിന് നേരെ ഓപ്പോസിറ്റ് ചാർജുള്ള ഫിൽറ്റേഴ്സ് പോലെയുള്ള സാധനങ്ങൾ കാണും. അപ്പോൾ ഈ ചാർജായിട്ടുള്ള പർട്ടിക്കുലേറ്റ് മാറ്റർ പോയി ഫിൽറ്ററുമായിട്ട് പറ്റി പിടിച്ചിരുന്ന് അങ്ങനെ നമുക്ക് പർട്ടിക്കുലേറ്റ് മാറ്ററിനെ എയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് വെറ്റ് കളക്ടേഴ്സ്. അതിന് യൂസ് ചെയ്യുന്നതാണ് സ്പ്രേ ടവേഴ്സ്, സൈക്ലോൺ സ്ക്രബ്ബേഴ്സ്, വെൻറ്യൂറി സ്ക്രബ്ബേഴ്സ്. ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലേറ്റ് മാറ്റർ കണ്ടെയ്നിങ് എയറിലോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഈ സ്പ്രേ ടവറിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പർട്ടിക്കുലേറ്റ് മാറ്റർ കണ്ടെയ്നിങ് എയർ ഈ സ്പ്രേ ടവറിൻ്റെ അകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ആൻഡ് ഈ സ്പ്രേ ടവറിൻ്റെ അപ്പർ പോർഷനിൽ നിന്ന് നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ വാട്ടർ ഫോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ വാട്ടർ ആ എയറിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്ററിനെ വാഷ് ഓഫ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ സെറ്റിൽ ചെയ്യിപ്പിച്ച് അതുവഴി നമുക്ക് ആ പർട്ടിക്കുലേറ്റ് മാറ്ററിലില്ലാത്ത എയർ കിട്ടാൻ പറ്റും. അപ്പോൾ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ റിമൂവ് ചെയ്യാനുള്ള ഡിവൈസസാണ് ഗ്രാവിറ്റേഷണൽ സെറ്റിൻ, സൈക്ലോൺ സെപ്പറേറ്റർ, ESP, ഫാബ്രിക് ഫിൽറ്റേഴ്സ് ആൻഡ് വെറ്റ് കളക്ടർ. ഇനി ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനും വെറ്റ് അബ്സോർപ്ഷൻ മെത്തേഡ്സും ഡ്രൈ അബ്സോർപ്ഷൻ മെത്തേഡ്സും പ്രസൻ്റ് ആണ്. അപ്പം നമുക്ക് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ 3 രീതിയിൽ നടത്താം. ഒന്ന് സോഴ്സിൽ എമിഷൻ കൺട്രോൾ ചെയ്യാം, സെക്കൻഡ് വൺ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം, ആൻഡ് തേർഡ് വൺ ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നമ്മൾ എന്താണ് ലോസ് കൊണ്ടുവരും. അതായത് ഒരു ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വെഹിക്കിൾസിനൊക്കെ ഫൈൻ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവർക്ക് ജയിൽ ടേംസ് കൊടുക്കാൻ പറ്റും. അതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ലോയിൻ്റെ സഹായം ഉപയോഗിച്ച്, അതായത് ലോ ഉപയോഗിച്ച് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂഷൻ കൺട്രോളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി എയർ പൊല്യൂഷൻ കൺട്രോളിന് നമുക്ക് 4 ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഫോളോ ചെയ്യാം. ഇത് വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഫോർ കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ. അതിൽ 3rd and 4th പോയിൻ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് റിഡക്ഷൻ അറ്റ് സോഴ്സ് ബൈ ചേഞ്ചിങ് റോ മെറ്റീരിയൽ ആൻഡ് പ്രോസസ്, ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിഡക്ഷൻ അറ്റ് സോഴ്സ് ബൈ യൂസിങ് കൺട്രോൾ ഡിവൈസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. വേറെ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡൈല്യൂഷൻ ഓഫ് പൊല്യൂട്ടൻസ്, ആൻഡ് സെക്കൻഡ് വൺ ഡിസ്പേർഷൻ ഓഫ് സോഴ്സ് ഓഫ് പൊല്യൂട്ടൻസ്. ആൻഡ് ഈ 4 പ്രോസസ്സും നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ നമുക്കറിയാം ഇൻഡസ്ട്രീസിലൊക്കെ എങ്ങനെയാണ് ഈ പൊല്യൂട്ടൻ്റ് റിലീസ് ചെയ്യുന്നത്. ചിമ്നീസ് വഴിയാണ് അത് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ചിമ്മിനീസിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യിക്കാം. അതുവഴി ഗ്രൗണ്ട് ലെവലിലുള്ള പൊല്യൂഷൻസിനെ നമുക്ക് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ പറ്റും. അതായത് ചിമ്മിനീസ് ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ചിമ്മിനീസിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന വഴി ഗ്രൗണ്ട് ലെവലിൽ റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഇതുവഴി അറ്റ്മോസ്ഫിയറിക് ഡൈല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഫ്യൂവൽസിൽ ലെസ് സൾഫർ കണ്ടൻറ്റ് ഉള്ള ടൈപ്പ് ഫ്യൂവൽസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസിൽ ലെസ് സൾഫർ കണ്ടെയ്നിങ് ഫ്യൂവൽസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ബൈ പ്രോഡക്ട്സ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് മുമ്പേ പ്യൂരിഫൈ ചെയ്തിട്ട് വേണം ഈ ഒരു എയറൊക്കെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സ് സെറ്റപ്പ് ചെയ്യണം ഫാക്ടറീസിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ എമിഷൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫറെൻറ്റ് കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സെറ്റിലിംഗ് ചേമ്പേഴ്സ്, ബാഗ് ഫിൽറ്റേഴ്സ്,
സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് അതുപോലെയുള്ള ഡിവൈസസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്, ESP, ഫാബ്രിക് ഫിൽറ്റേഴ്സ്, വെറ്റ് സ്ക്രബ്ബേഴ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസൊക്കെ എയറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ ഗേഷ്യസ് ഫ്യൂവൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി കംപ്ലീറ്റ് കമ്പഷൻ വഴി ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമൊബൈൽസിലൊക്കെ ഗേഷ്യസ് ഫ്യൂവലിലോട്ട് കൺവേർട്ട് ചെയ്യിക്കാം. അതുവഴി എന്താണ് അഡ്വാൻറ്റേജ് കിട്ടുന്നത്? ആ ഫ്യൂവലിന് കംപ്ലീറ്റ് കമ്പഷൻ നടക്കും ഗേഷ്യസ് ഫ്യൂവലാണെങ്കിൽ. അതുവഴി ഇൻകംപ്ലീറ്റ് കമ്പഷൻ കാരണം റിലീസ് ചെയ്യപ്പെടുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഓട്ടോമൊബൈൽസിൽ തന്നെ നമുക്ക് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എക്സോസ്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടാണ്ട് നമുക്ക് ബയോളജിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മോർ ട്രീസ് ഗ്രോ ചെയ്യാം. സിറ്റീസും ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ മോർ ട്രീസ് ഗ്രോ ചെയ്യാം. അത് എയർ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡസ്റ്റ് പോലെയുള്ള പാർട്ടിക്കിൾസൊക്കെ വന്ന് സെറ്റിൽ ചെയ്യാനും ഈ ട്രീസിൻ്റെ ഇൻക്രീസ് കാരണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ലോസും യൂസ് ചെയ്യാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ആളുകൾക്കൊരു പേടിയുള്ളതുകൊണ്ട് ഇന്ന പൊല്യൂഷൻ കോസ് ചെയ്താൽ ഫൈൻ വരും അല്ലെങ്കിൽ ജയിൽ ടേം ഉണ്ടെന്നൊക്കെ ഉള്ള ആ പേടി കാരണം ആളുകൾ പൊല്യൂഷൻ ഇത് ചെയ്യും. നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റും കാണാം ഈ ആളുകൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എന്ത് എഴുതി വെച്ചേക്കുന്നത്? നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. അവിടെ എന്താണ് ഒരു ഫിയർ ഇൻസ്റ്റിൽ ചെയ്യുകയാണ് ആളുകളിൽ. ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ള ഫിയർ ഇൻസ്റ്റിൽ ചെയ്തിട്ട് അതുവഴി അവർക്ക് തെറ്റ് ചെയ്യുന്നതെന്ന് അവരെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരും. അതായത് ഈ ഒരു പൊല്യൂഷൻ കോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ, ജയിൽ ടേം ഒക്കെ വരും. അതുകൊണ്ട് ആളുകൾ അതുവഴി എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ വണ്ടികൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം. വിത്തിൻ ദ ലിമിറ്റ് ആയിരിക്കണം ആ പൊല്യൂട്ടൻസ്. പിന്നെ അത് കൂടാണ്ട് പഴയ വണ്ടികളൊക്കെ ഡിസ്കാർഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ പോലെ തന്നെ ഒരു ഇഷ്യൂ ആണ് ഇൻഡോർ എയർ പൊല്യൂഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ വീടുകളുടെ അകത്ത് കുക്കിംഗ് അതിനുവേണ്ടി നമ്മൾ ഫ്യൂവലൊക്കെ ബേൺ ചെയ്യുന്നുണ്ട്. അല്ലാതെ വീടിൻ്റെ അകത്ത് സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കുറേ സ്പ്രേ അല്ലെങ്കിൽ റൂം ഫ്രഷ്നർ പോലെയുള്ള സാധനങ്ങളും ഒക്കെ പൊല്യൂഷൻ കോസ് ചെയ്യും. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ വെൻറ്റിലേഷൻ ഇൻക്രീസ് ചെയ്യിക്കുക, എക്സോസ്റ്റ് ഫാൻസ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യുന്ന ടൈപ്പ് പെയിൻറ്റ്സ് ഒന്നും വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുക. ലെസ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉള്ള പെയിൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാം. അതൊരു ഇൻഡോർ എയർ പൊല്യൂഷൻ നമുക്ക് ഇത് ചെയ്യാം. ആൻഡ് അറൗണ്ട് ദ വേൾഡ് ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറെൻറ്റ് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചൈന അവർക്ക് സ്മോഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ഫയേർഡ് ആയിട്ടുള്ള പവർ പ്ലാന്റ്സ് ഒക്കെ ക്ലോസ് ചെയ്യിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ US ക്ലീനർ കുക്കിംഗ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹോമിലെ ആളുകൾക്ക്, വീടുകളിലെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലീനർ ഫ്യൂവലിലോട്ട് ചേഞ്ച് ചെയ്യുക. പിന്നെ ഇൻഡോർ സ്മോക്കിംഗ് അതുപോലെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. പിന്നെ ലെസ്സർ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യുന്ന ടൈപ്പ് പെയിൻറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വീട്ടിനകത്ത് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരും പൊല്യൂട്ടൻസ് റിമൂവ് ചെയ്യും. ഇപ്പോൾ എവിടെ നെറ്റിലെടുത്ത് നോക്കിയാൽ നാസ പറയുന്ന എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ് 10 എണ്ണം അതിൻ്റെ ഫുൾ വീഡിയോസ് ആയിരിക്കും നമ്മൾ ഫുള്ള് കാണുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിന്യൂവബിൾ എനർജി ിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. റീപ്ലേസ് ഗ്യാസോലിൻ ഫ്യൂവൽ കാർഡ് വിത്ത് 0 എമിഷൻ ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ട്
ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ മോറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ മെത്തേഡ്സ്. അപ്പോൾ ഇത്രയുള്ള എയർ പൊല്യൂഷൻ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻ, ഡിഫറെൻറ്റ് സോഴ്സസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ്, പിന്നെ എന്തൊക്കെയാണ് അവരുടെ എഫക്ട്സ് ബോത്ത് ഓൺ ഹ്യൂമൻസ് ആൻഡ് പ്ലാന്റ്സ്, ആൻഡ് എങ്ങനെ നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.